രാവിലെ എണീറ്റിട്ട് അരി അടുപ്പത്തിട്ടു. അരി വേവാനിട്ടതിന് ശേഷം ഇന്ന് വൻപയർ തോരനായിരുന്നു. വൻപയർ തോരൻ വെക്കാനായി വൻപയർ കഴുകി അടുപ്പത്തിട്ട് വേവാനായിട്ട് അടച്ചു വെച്ചു. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മോര് കാച്ചാം. മോരിനുള്ള അരപ്പ് തയ്യാറാക്കിയതിന് ശേഷം തൈര് സെപ്പറേറ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തത് കട്ട ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനകത്ത് ഉപ്പിട്ടാണ് നമ്മൾ അടിക്കുന്നത്. പിന്നീട് അരപ്പിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യണം. എന്നാലേ ഈ അരപ്പും തൈരും കൂടെ നല്ല രീതിയിൽ ഒരുമിക്കത്തുള്ളൂ. പിന്നീട് ചെറിയ തീയിലൊന്ന് ചൂടാക്കുക, തിളപ്പിക്കാൻ പാടില്ല. അതിനുശേഷം കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് വേവിച്ചെടുക്കുക. അതൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ കാച്ചിയ മോരിൽ ഒഴിച്ചു കൊടുക്കുക. തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി പുളിയും ഒരു ടേസ്റ്റും നല്ല രീതിയിൽ കിട്ടും. അതിനുശേഷം അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് മീൻ ഫ്രൈ ആയിരുന്നു. കുരുമുളകൊക്കെ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്ത മീൻ ഫ്രൈ ആണ്. അത് അരപ്പ് പുരട്ടി വെച്ചിരുന്നതാണ്. ഇന്നലെ ഫ്രിഡ്ജിൽ അരപ്പ് പുരട്ടി വെച്ചു. അത് കഴിഞ്ഞ് അത് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ അരി തിളച്ച് വരുന്നുണ്ടായിരുന്നു. അരി തിളപ്പ് നോക്കി വെന്തില്ലായിരുന്നു, തിളച്ച് വരുന്നതേ ഉള്ളായിരുന്നു. പിന്നീട് അതിന് ശേഷം മാങ്ങ അച്ചാറായിരുന്നു ഇന്നത്തെ അടുത്ത കറി. അപ്പം മാങ്ങ അച്ചാറിടുന്നതിന് വേണ്ടി അല്പം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയ്ക്കിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ കടുക് വറുക്കുന്ന വറ്റൽമുളകും ഇട്ട് കൊടുത്ത് മുരിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് തലേന്നേ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതും ചെറുതീയിലായിരിക്കണം, തീ കൂട്ടിയിടരുത്. പിന്നെ അച്ചാർ പൊടിയാണ്, നമ്മൾ ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അച്ചാർ പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇടുക. കായപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനെഗർ, ഒത്തിരി വേണ്ട, കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു ദിവസം 1-2 ദിവസം കൊണ്ട് തീരുന്നത് കൊണ്ട് കുറച്ച് വിനെഗർ ഒഴിച്ചാൽ മതിയാകും, കേടാവത്തൊന്നുമില്ല. എന്നിട്ട് അത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. വലുതായിട്ട് തിളയ്ക്കേണ്ട, ചൂടായി വന്നാൽ മതി. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അതിലേക്ക് തട്ടിക്കൊടുക്കണം. മാങ്ങ തട്ടിക്കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇളക്കി അരപ്പ് അതിനകത്ത് നല്ല രീതിയിൽ പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടായിട്ടിട്ട് അത് നോക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാറുമായി. പിന്നെ അടുത്തത് ചമ്മന്തിയാണ്. ചമ്മന്തിക്ക് വേണ്ടി കുറച്ച് സവാള അരിഞ്ഞ് വെച്ചത്. സവാള നമ്മൾ കൊച്ചുള്ളിയല്ല ചേർക്കുന്നത്, തോനെ ചമ്മന്തി ഉള്ളതുകൊണ്ട് സവാളയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഇച്ചിരി പുളി മുന്നിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തോനെ പുളി ഇടും. പുളി ഇട്ടതിന് ശേഷം തിരിങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ ആദ്യം ഇത്ര ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് തിരിങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇടണം. തേങ്ങ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടിട്ട് അത് നല്ല രീതിയിൽ അരച്ചിട്ട് അതിലേക്ക് തട്ടിയിടുക. ചമ്മന്തി റെഡി. പിന്നീട് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തോരനിലേക്ക് തട്ടിക്കൊടുത്തിട്ട് കുറച്ച് കടുകും വറുത്തിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് തോരൻ റെഡി. അങ്ങനെ ഉച്ചക്കത്തെ കറികളെല്ലാം റെഡിയായി. പിന്നീട് നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് വിളമ്പാം. ആദ്യം മീൻ വറുത്തത്, ചമ്മന്തി, തോരൻ, അച്ചാർ, പിന്നെ ഒഴിക്കാൻ കാച്ചിയ മോരും.